ഇന്നലെ ഞാനൊരു സ്വപ്നം കണ്ടതാ. സ്വപ്നം എന്ന് പറഞ്ഞാൽ ഇതാണ് സംഭവം. വെളുപ്പിനെ ഒരു 4 മണിയൊക്കെ ആയപ്പോഴേക്കും പോലീസുകാർ വന്നിട്ട് വാതിൽ തട്ടിയനെ. അങ്ങനെയാണ് ഞാൻ ചാടി എണീക്കുന്നത്. അതിന് മുന്നേ നടന്ന കാര്യമാണ് ഞാനിപ്പോൾ പറയാൻ പോണത്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫോണിൽ ചാറ്റ് GPT വെച്ചിട്ട് ഞാൻ എന്തൊക്കെയോ സാധനം കാണിച്ചിട്ട് ഞാൻ എവിടെ റഷ്യയിലെന്തോ ഞാൻ കൊണ്ടുപോയിട്ടൊരു മിസൈലെന്തോ വിട്ടു. ചാറ്റ് GPT വെച്ചിട്ട് ആലോചിക്കണം. ചാറ്റ് GPT വെച്ചിട്ട് ഞാൻ എന്തോ സാധനം വെച്ചിട്ട് അവിടെ പരിപാടി പൊട്ടിച്ച് ഞാൻ നശിപ്പിച്ചവിടെ. എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ? അപ്പം നേരെ ഉടനെ തന്നെ ഫുൾ മറ്റേ ട്രാക്കിങ് പരിപാടി എന്തോ ആയിട്ട് നേരെ തപ്പിയ ആളും എന്നോടൊന്ന് മനസ്സിലായി. ഞാൻ അപ്പം ഇങ്ങനെ പാനിക്കായി. എന്തുകൊണ്ടാരും എന്തോ ചെയ്തും പോയി, പൊട്ടിയും പോയി, അലമ്പുമായി, ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുകയാണ്. എന്നിട്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് നേരെ നമ്മുടെ ഇൻസ്റ്റയിലൊക്കെ വീഡിയോ എടുത്തിട്ടില്ല, മറ്റേ എൻ്റെ കാസറ്റ് എന്ന് പറഞ്ഞിട്ട് ഹക്കീം എന്ന് പറഞ്ഞ് എടുത്തിട്ടില്ല. ഇപ്പം പെട്ടെന്ന് എനിക്ക് മെസ്സേജ് അയച്ചിരിക്കണം, ആശാന ഇന്ന പോലെ ചാറ്റ് GPTയുടെ ഇതാണ്, അത് ഡിലീറ്റ് ചെയ്തോ ഇല്ലെങ്കിൽ പടി കിട്ടും എന്നൊക്കെ പറഞ്ഞ്. ഞാനമാലേക്ക് ഇവരുമായിട്ട് ഇതെങ്ങനെ കണക്ഷൻ വന്നതാണ് ഈ സ്വപ്നത്തിൽ. ലൈക്ക് അത് സ്വപ്നത്തിൻ്റെ ഒന്നും ആലോചിക്കണം, സ്വപ്നമാണ്. പക്ഷേ സ്വപ്നത്തിലൊരു ഇതൊന്നും ആലോചിച്ച് നോക്കി. ചാറ്റ് GPT വെച്ചിട്ട് ഞാൻ ഇല്ലാതെന്താ അത് റഷ്യയിൽ കൊണ്ടൊരു പരിപാടി നടത്തിയേക്ക്, മിസൈലൊക്കെ ഇട്ട് അവരെ യുദ്ധം മൂടാക്കിയേക്കാണ്. എന്നിട്ട് ഇവനപ്പം മെസ്സേജ് അയച്ച് ഇന്നപോലെ ചാറ്റ് GPT കളഞ്ഞു എന്ന് പറഞ്ഞ് ഞാനപ്പോൾ നേരെ ചാറ്റ് GPT എടുത്ത് അൺഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കണം, നടക്കണില്ല. അപ്പോഴും ഈ സെയിം സീൻ തന്നെ, അടുത്ത മിസൈൽ വീഴണം. അതായത് തൊട്ട് കഴിഞ്ഞപ്പോൾ അടുത്ത മിസൈൽ ഏതെങ്കിലും സ്ഥലത്ത് പോയി വീഴും, അങ്ങനത്തെ സാധനം. അങ്ങനെ ലാസ്റ്റ് ഇവർ തിരിച്ചിങ്ങോട്ട് വിട്ട്. അങ്ങനെ ഞാൻ നോക്കുമ്പോൾ എൻ്റെ നാട്ടിലൊക്കെ ഫുള്ള് സീനായിട്ടിരിക്കുകയാണ്. ഞാൻ എന്ത് ചെയ്യാനാണ്? നാട്ടിൽ മൊത്തം തീയും പുകയും വെടിയും മിസൈലും ബോംബും അതും ഇതും അങ്ങനത്തെ സീൻ. ഞാൻ ഇപ്പോൾ പുറത്തോട്ടിറങ്ങുമ്പോൾ ഫുള്ള് കത്തി നിൽക്കുക എവിടെയൊക്കെ. നാട്ടിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാടാ. ഞാൻ നോക്കുമ്പോഴേക്കും പണ്ടാരത് ഞാൻ കാരണമാണല്ലോ ഇത്ര സീനായിക്കണം എന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ പോകുമ്പോഴേക്കും എൻ്റെ ഫോണുണ്ടല്ലോ, അപ്പോൾ എന്നെ ഇങ്ങനെ ട്രാക്ക് ചെയ്യണം. ലൈക്ക് ഒരു സാധനം ഇങ്ങനെ എനിക്ക് നേരെ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുക ടീ ടീ. അപ്പോൾ ഞാൻ ഈ ഫോൺ കയ്യിരിക്കൊണ്ട് അത് മനസ്സിലായി. അന്നേരം ഫോൺ എടുത്ത് എറിഞ്ഞു കളയുള്ളൂ. ഫോണും കറങ്ങിപ്പോയിട്ട് നേരെ എൻ്റെ അടുത്തോട്ട് തന്നെ വരും. ഇങ്ങനത്തെ സീൻ ട്രിപ്പ്. എന്നിട്ട് എങ്ങനെയൊക്കെയോ ഫോണ് പോയി. എന്നിട്ട് ഞാൻ തിരിച്ച് വീട്ടിൽ വന്ന് നൈസായിട്ട് വീട്ടിൽ വന്നിരിക്കുകയാണ്. വീടിൻ്റെ അവിടെ ഒന്നും കുഴപ്പമൊന്നുമില്ല. വീടിൻ്റെ അവിടെ കുറച്ച് മാറിയായിരുന്നു പ്രശ്നം. ഞാൻ കാരണം ഉണ്ടായ പ്രശ്നം. നിങ്ങളൊക്കെ കൊസ്റ്റേപ്പിനോട് ക്ഷമിക്കണോടാ. എന്നിട്ട് തിരിച്ച് വീട്ടിൽ വന്ന് കിടന്നുറങ്ങാനായിട്ട് ഇങ്ങനെ സമാധാനം ഇല്ലല്ലോ. അങ്ങനെ ഇരിക്കുമ്പോഴേക്കും അപ്പോഴാണ് വാതിലെ മുട്ടിയത്. അങ്ങനെ വാതിലെ മുട്ടി നൈസായിട്ട് ഒളിഞ്ഞു നോക്കിയപ്പോഴേക്കും മനസ്സിലായി പോലീസുകാരാണെന്ന്. അപ്പം നൈസായിട്ട് ഞാൻ വേറൊരു ജനലുണ്ട്, ജനലിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ നോക്കിയപ്പോഴേക്കും കറക്റ്റ് അവർ അവിടെ ഇങ്ങനെ നോക്കിയിരിക്കുന്നു. ഒച്ചയൊന്നും വെക്കണ്ട, പോര് ബാ തീർന്നെന്ന് പറഞ്ഞു. ഞാനപ്പോൾ ഇങ്ങനെ നൈസായിട്ട് നോക്കുമ്പോഴേക്കും പോലീസുകാർ മറ്റേ മഫ്തിയിലാണ് വന്നേക്കണത്. ഇവർ 2 പ്ലാസ്റ്റിക് കീറ്റുണ്ട്, മറ്റേ നോർമൽ പ്ലാസ്റ്റിക് കീറ്റ് ഉണ്ടല്ലോ, അത് 2 പ്ലാസ്റ്റിക് കീറ്റിൽ ബിയറൊക്കെ വാങ്ങിയിട്ട് വീണ്ടും ഫ്രണ്ടിൽ വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. എന്നെ ലൈക്ക് കൊണ്ടുപോകാൻ നയിക്കുകയാണ്. അത് മുണ്ടൊക്കെ കൊടുത്ത്, കാവ്യ കൊണ്ടും കയ്യിലും മുണ്ടൊക്കെ കൊടുത്ത് ബിയറൊക്കെ ആയിട്ട് വന്നേക്കിയ പോലീസുകാർ. എനിക്കതാ മനസ്സിലായത്, ഒരു സ്വപ്നം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, ഒരു ലോജിക്കാണല്ലോ. പക്ഷേ ഇതെന്ത് സ്വപ്നോടാ. അതാ ഞാൻ കാണുന്ന സ്വപ്നങ്ങൾ പൊതുവെ ഇങ്ങനത്തെ സ്വപ്നങ്ങളാണ്. ഒരു ബന്ധം ഉണ്ടാവില്ല. നമ്മൾ ആലോചിച്ചു ഇത് എന്താടാ ഇത്, എന്തപ്പോൾ ഉണ്ടായേ. ആ സാധനമായി പോയി. അത് കറക്റ്റ് 4 മണിക്ക് ഞാൻ ചാടി എണീക്കണേ. ലൈക്ക് ഈ സ്വപ്നം കണ്ടിട്ട് ചാടി എണീറ്റിട്ട് ഞാൻ അന്ന് ആലോചിച്ചു ഇത് എന്ത് പണ്ടാരത്, എന്ത് സ്വപ്നം ഇതിപ്പോൾ കണ്ടത്. ഇത് മാത്രമല്ല 100 സ്വപ്നങ്ങളുണ്ട് ഇതുപോലെ. നമുക്ക് വഴിയേരി ഓരോ സ്വപ്നങ്ങൾ ഞാൻ ഓരോന്നോരോന്നായിട്ട് പറഞ്ഞുതരാം. ഇത് തുടക്കം. അതിലെന്ത് സ്വപ്നം അത്.